Determination of Young's modulus of the material of a wire. ഒരു വയറിൻ്റെ യങ്സ് മോഡുലസ് കാണാനുള്ള എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണ് നമ്മൾ ഈ ഫിഗറിൽ കാണുന്നത്. സ്മോളാർ റേഡിയസും എൽ ലെങ്ത്തുമുള്ള ഒരു എക്സ്പെരിമെൻ്റൽ വയറാണ് നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇതിന് കറസ്പോണ്ടിങ് ആയി ഒരു റെഫറൻസ് വയർ വിത്ത് എ മീറ്റർ സ്കെയിൽ ഇസ് പ്രൊവൈഡ്. ഇതിൽ mg മാസ് നമ്മൾ എലോ ചെയ്തിട്ടുണ്ട്, ഇതിനോടുകൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എക്സ്പെരിമെൻ്റൽ വയറിൽ. ഈ മാസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സ് അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഈ വയറിന് ഇലോങ്ങേഷൻ ഉണ്ടാവും. ഈ ഇലോങ്ങേഷൻ നമ്മൾ മീറ്റർ സ്കെയിൽ അനുസരിച്ച് മെഷർ ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് നോട്ടഡ് ആസ് ഡെൽറ്റ എൽ. അപ്പോൾ നമുക്ക് എമ്മിൻ്റെ വാല്യൂ അറിയാം, എല്ലിൻ്റെ വാല്യൂ അറിയാം, ഡെൽറ്റ എല്ലിൻ്റെ വാല്യൂ നമ്മൾ മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നു. സ്മോൾ ആർ എന്താണെന്നറിയാം. ഇനി നമുക്ക് യങ്സ് മോഡുലസ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ എക്സ്പെരിമെൻ്റൽ വയർ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഗിവൺ ബൈ y ഈസ് ഈക്വൽ ടു mgl ബൈ പൈ ആർ സ്ക്വയർ ഡെൽറ്റ എൽ. ദാറ്റ് ഈസ് FL ബൈ AL. എഫിന് കറസ്പോണ്ടിങ് ആയാണ് നമ്മൾ mg എന്ന് എഴുതുന്നത്, എക്ക് കറസ്പോണ്ടിങ് ആയാണ് പൈ ആർ സ്ക്വയർ എന്ന് എഴുതുന്നത്. അപ്പോൾ ഇതിലെ വാല്യൂസ് എല്ലാം നോൺ ആയതുകൊണ്ട് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യങ്സ് മോഡുലസ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ വയർ ക്യാൻ ബി കാൽക്കുലേറ്റ്. നെക്സ്റ്റ് ഈസ് പോയ്സൺസ് റേഷ്യോ. The ratio of the lateral strain to the longitudinal strain in a stretched wire is called Poisson's ratio. ലാറ്ററൽ സ്ട്രെയിനെ നമ്മൾ ഡെൽറ്റ ഡി ബൈ ഡി എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ലാറ്ററലായി വരുന്നതാണ്, ലെങ്ത് വൈസ് അല്ല. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് ലെങ്ത് വൈസ് ആണ്. സോ പോയ്സൺസ് റേഷ്യോ ക്യാൻ ബി റിട്ടൺ ആസ് delta d by d divided by delta L by L. Now, some practical applications of elasticity. First of all, we have to find out the thickness of a metal rope to be used in cranes to pull up heavy objects. നമുക്കറിയാം ഹെവി ഒബ്ജക്ട്സ് ഒക്കെ ഉയർത്താൻ ആവശ്യമായ ക്രെയിൻസിനെ കുറിച്ച്. ഈ ക്രെയിൻസിൽ യൂസ് ചെയ്യുന്ന മെറ്റൽ റോപ്പിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ റേഡിയസ് എന്താണെന്ന് കണ്ടെത്താനായി നമ്മൾ ഇലാസ്റ്റിസിറ്റിയുടെ പ്രിൻസിപ്പിൾ ഉപയോഗിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. നമ്മൾ എടുക്കുന്ന ക്രെയിൻ ഹാസ് എ ലിഫ്റ്റിംഗ് കപ്പാസിറ്റി ഓഫ് 10 tons ഓർ 1 metric ton. ഇതിൻ്റെ ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് സിഗ്മ വൈ ഈസ് ഈക്വൽ ടു 3 × 10⁸ Newton per meter square. 1 metric ton എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 കിലോഗ്രാമാണ്. ഇത്രയും ലോഡ് ആ റോപ്പിനെ ഡീഫോം ചെയ്യാൻ പാടില്ല. സോ ദ എക്സ്റ്റൻഷൻ ഷുഡ് നോട്ട് എക്സീഡ് ദ ഇലാസ്റ്റിക് ലിമിറ്റ്. Therefore, the maximum stress developed in the rope must be less than the yield strength. അങ്ങനെ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യുന്നത്. മാക്സിമം സ്ട്രെസ്, ആ റോപ്പിൽ ഡെവലപ്പ് ചെയ്യുന്ന മാക്സിമം സ്ട്രെസ് മസ്റ്റ് ബി ലെസ് ദാൻ ദ yield strength. ആ സ്റ്റീലിൻ്റെ yield സ്ട്രെങ്ത്തിനേക്കാളും ചെറുതായിരിക്കണം ആ റോപ്പിലുണ്ടാവുന്ന മാക്സിമം സ്ട്രെസ്. We have the equation for stress is equal to F by A. That is, it is equal to, here it should be equal to sigma y. ഈ ഇക്വേഷനിൽ നമ്മൾ എക്കുള്ള എക്സ്പ്രഷൻ കണ്ടെത്തുകയാണ്. A is equal to F by sigma y. A എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണ്. സോ നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആറിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും.
എം ജി നമുക്ക് തന്നിട്ടുണ്ട്, പൈയുടെ വാല്യൂ അറിയാം, സിഗ്മ വൈയുടെ വാല്യൂ തന്നിട്ടുണ്ട്. സോ ഫ്രം ദിസ് ഇക്വേഷൻ ആർ ക്യാൻ ബി calculated as 1.03 into 10 raised to minus 2 meter, or it is equal to 1 centimeter. So generally a large margin of safety is provided. Thus a thicker rope of radius about 3 centimeter is recommended. 1 centimeter എന്നാണ് നമുക്ക് കാൽക്കുലേഷനിൽ കിട്ടിയിട്ടുള്ളതെങ്കിൽ കൂടിയും സേഫ്റ്റിക്ക് വേണ്ടി നമ്മളൊരു 3 centimeter ഒക്കെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. സിംഗിൾ വയറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്. സോ ദ റോപ്സ് ആർ ഓൾവേസ് മെയ്ഡ് ഓഫ് എ നമ്പർ ഓഫ് തിൻ വയേഴ്സ് ബ്രെയ്ഡഡ് ടുഗദർ. അതായത് ചെറിയ വയേഴ്സ് കൂട്ടിപ്പിരിച്ച നിലയിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് കേസ് ഈസ് ഇൻ ഡിസൈനിങ് എ ബിൽഡിംഗ് the structural designs of the columns, beams and supports. ബ്രിഡ്ജസിൻ്റെയൊക്കെ കൺസ്ട്രക്ഷനിലാണ് നമ്മൾ മെയിൻലി ഈ കാര്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ബാറിൻ്റെ കേസ് ഡിസ്കസ് ചെയ്യാം. എ ബാർ ഓഫ് ലെങ്ത് എൽ, ബ്രെഡ്ത്ത് ബി ആൻഡ് ഡെപ്ത് ഡി വെൻ ലോഡഡ് അറ്റ് ദ സെൻറ്റർ ബൈ എ ലോഡ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു mg sags by an amount, that means a bending by an amount delta is equal to mgl cube by 4bd cube y. ഇപ്പോൾ ഫിഗറിൽ കാണുന്നത് പോലെയാണ്. ഫോർ എ ഗിവൺ മെറ്റീരിയൽ ഇൻക്രീസിങ് ദ ഡെപ്ത് ഡി റാദർ ദാൻ ദ ബ്രെഡ്ത്ത് ബി ഈസ് മോർ ഇഫക്റ്റീവ് ഇൻ റെഡ്യൂസിങ് ദ ബെൻഡിങ്. ബെൻഡിങ് കുറയ്ക്കാനുള്ള ഒരു മാർഗം അതാണ്, ഡെപ്ത് ഡി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ പ്രാക്ടിക്കലി ഇതെപ്പോഴും ആപ്ലിക്കബിൾ ആവില്ല. ഇങ്ങനെ ഉണ്ടാവുന്ന ബെൻഡിങ്ങിന് പറയുന്ന ഒരു പേരാണ് ബക്ലിംഗ്. ദ ബെൻഡിങ് ഓഫ് ഡീപ്പ് ബാർസ് അൺലെസ് ദ ലോഡ് ഈസ് നോട്ട് ഇൻ ദ പ്രോപ്പർ പൊസിഷൻ ഈസ് കോൾഡ് ബക്ലിംഗ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ബ്രിഡ്ജിൻ്റെയൊക്കെ കൺസ്ട്രക്ഷനിലാണ് ഇത് കൂടുതലായും കാണപ്പെടുന്നത്. സോ ടു അവോയ്ഡ് ബക്ലിംഗ് എ ലാർജ് ലോഡ് ബെയറിംഗ് സർഫസ് as shown in figure C is used. C ഫിഗറിൽ കാണുന്നത് പോലെയുള്ള ഒരു ബീം നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ബീമിനെ നമ്മൾ പറയുന്ന പേരാണ് ഐ സെക്ഷൻ ബീം ഓർ ഐ സെക്ഷൻ ഗേഡേഴ്സ്. ഇത് നമുക്ക് ബ്രിഡ്ജസിൻ്റെയൊക്കെ അടിയിൽ ആയിട്ട് കാണാൻ സാധിക്കും. ഐയുടെ ഷേപ്പിലുള്ള ഗേഡേഴ്സാണ് സപ്പോർട്ടിംഗ് ബീംസായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഇക്വേഷനിൽ നിന്ന് ഡെൽറ്റ ഇസ് ഈക്വൽ ടു mgl ക്യൂബ് 4bd ക്യൂബ് y എന്നുള്ള ഇക്വേഷനിൽ നിന്ന് കാൽക്കുലേഷൻസ് ചെയ്തതിന് ശേഷമാണ് ഇത്തരം കൺസ്ട്രക്ഷൻസൊക്കെ നടത്തുന്നത്. ഇവിടെ y എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ആണ്. അപ്പോൾ ആ മെറ്റീരിയൽസിൻ്റെ യങ്സ് മോഡുലസിനനുസരിച്ചാണ് കൺസ്ട്രക്ഷൻസ് നടത്തുന്നത്. ദ തേർഡ് പോയിന്റ് ഈസ് ദ മാക്സിമം ഹൈറ്റ് ഓഫ് ദ മൗണ്ടൻ ഈസ് ലിമിറ്റഡ് by the elastic properties of the rock which holds the mountain. ഇത് ഒരു നാച്ചുറൽ ഫിനോമിനയാണ്. ഒരു മൗണ്ടൻ്റെ ഹൈറ്റ് ഡിസൈഡ് ചെയ്യുന്നത് അതിനുള്ളിലെ റോക്സിൻ്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസാണ്, അതിനനുസരിച്ചാണ്. അതല്ലെങ്കിൽ ആ മൗണ്ടന് എന്തെങ്കിലും ബ്രേക്കിംഗ് സംഭവിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ തിയറി അനുസരിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. At the bottom of the mountain of height h, the force per unit area due to the weight of the mountain is h rho g. This creates a shearing. The force per unit area എന്ന് പറയുന്നത് h rho g ആണ്. ഇതാണ് മൗണ്ടന് ഷിയറിംഗ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എക്സ്റ്റേണലി എന്തെങ്കിലും ഇഫക്ട്സ് വരുമ്പോഴൊക്കെ ഷിയറിംഗ് ഉണ്ടാവാനുള്ള കാരണം ഈ കണ്ടീഷൻ ബാലൻസ് ആവാതെ വരുമ്പോഴാണ്. എച്ച് റോ ജി നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് നോക്കാം. വി നോ ദാറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ദാറ്റ് ഈസ് mg. ഫോഴ്സ് ബൈ ഏരിയ ഇസ് ഈക്വൽ ടു mg ബൈ a. മാസ് ഇസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി, ദാറ്റ് ഈസ്
Force is equal to volume into density into G by area. Volume again is given by area into height. Therefore, area into height into rho G by area. Then area and area can be cancelled and we get the final equation as H rho G. അങ്ങനെയാണ് നമുക്ക് H rho G എന്ന എക്സ്പ്രഷൻ ലഭിക്കുന്നത്. ഇനി ഒരു ടിപ്പിക്കൽ റോക്കിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത് 3 × 10⁸ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. That we can equate H rho G is equal to 3 × 10⁸. From this we get H as 10 kilometers in this situation. This is more than the height of Mount Everest. അങ്ങനെയാണ് നമുക്ക് ഹൈറ്റ് ഓഫ് എ മൗണ്ടൻ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് the maximum height of a mountain is limited by the elastic properties of the rock which holds the mountain. Okay.